ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് ഒരു 3-4 പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകളാണ്. ഫസ്റ്റ് പ്രൊജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ടാപ്സാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ് ആണ്. കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ടുകളുണ്ട്, എപ്പോഴാണ് ഇത് ലിസ്റ്റ് ആവുക, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ. അതേപോലെ തന്നെ ഗെയിംനെസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതും നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ UX/UI എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റും നോർഡൻ ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റും ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് എന്തായാലും ഞാൻ പറഞ്ഞുതരാം. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത സൺഡേ, ഈ ആഴ്ച അടുത്ത് വരുന്ന സൺഡേ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ അവർക്ക് കുറേ വീടും അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നുമില്ല, ഭയങ്കരമായിട്ട് പ്യുവറായിട്ടുള്ള ആൾക്കാരാണ്. പ്യുവർ എന്ന് പറഞ്ഞാൽ പ്യുവർ ആൻഡ് പൂർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സഹായം കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ചാനൽ വലിയ ചാനലോ അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ സമ്പാദിക്കുന്ന ഒരാളല്ല. പക്ഷേ എന്നെക്കൊണ്ട് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഞാൻ ജോലി ചെയ്തതിനേക്കാളും സമ്പാദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ ഒരു അറിവിൽ എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ എന്തായാലും അവർക്ക് കുറച്ച് സഹായങ്ങൾ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ബ്രിഡ്ജിൻ്റെ ഇവിടെ, ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ സ്ഥലം പറഞ്ഞുതരാം, വടക്കഞ്ചേരി ആ ബ്രിഡ്ജിൻ്റെ ഇല്ലെങ്കിൽ തങ്കം തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ബ്രിഡ്ജിൻ്റെ താഴെ കുറേ ആൾക്കാർ, കുറേ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊന്നും അല്ല, വളരെയധികം കഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ ഷെഡൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എന്ന് കുറേ ആയി വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി കുറച്ച് പൈസയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, സൺഡേ എന്തായാലും സഹായിക്കാം, എൻ്റെ പിറന്നാൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും അവർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് ചെറിയൊരു കോൺട്രിബ്യൂഷനൊക്കെ നിങ്ങൾക്ക് തരാം. അതിപ്പോൾ 10 രൂപ ആയിക്കോട്ടെ, 1 രൂപ ആയിക്കോട്ടെ, എത്ര ചെറിയ എമൗണ്ട് ആയാലും അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഇപ്പോൾ 5000 പേരുണ്ട്, അതിൽ 5000 പേരൊന്നും ആക്റ്റീവ് അല്ലെങ്കിലും ഒരു 1000 പേരെങ്കിലും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓരോ രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ വെച്ചിട്ട് നമുക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ വളരെയധികം ഉപകാരമായിരിക്കും. ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്, സൺഡേ ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊന്ന് നമ്മുടെ GPayൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, എൻ്റെ പേര് തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. കുറേ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 10 രൂപയായാലും എത്ര ചെറിയ എമൗണ്ട് ആയാലും അത് നമുക്ക് വലിയ കാര്യമാണ്. നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു പൈസ, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറേ അനധികൃതമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് കളയുന്നുണ്ട്, കുറേ ഫാസ്റ്റ് ഫുഡ് അടിച്ച് കളയുന്നുണ്ട്, പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ബാഡ് ഹാബിറ്റ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ കുറേ കളയുന്നുണ്ട്. അപ്പോൾ വേറൊരാളുടെ മുമ്പിൽ നമ്മൾ ഇത്തിരി നല്ലതാവാൻ, ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴും ഒരു ഇല്ലാത്ത ഒരാൾക്ക് വന്നിട്ട് നിങ്ങൾ ചെറിയൊരു പൈസ കൊടുക്കുമ്പോൾ അവർ നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോകുന്നതും പല കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഒരുപാട് എൻ്റെ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്ത് നോക്കിയാലും ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് കാണും. എനിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ ചെറുപ്പത്തൊക്കെ ഞാൻ എന്താ പറയാമെന്ന് പറഞ്ഞാൽ, ഞാൻ നല്ല വലിയ പണക്കാരനായിട്ട് കുറേ ആൾക്കാരിനെ സഹായിക്കാമോ ഇല്ല അങ്ങനെയുള്ളതൊക്കെ എൻ്റെ അമ്മൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും, നമ്മളാണ് ഏറ്റവും പാവപ്പെട്ടവർ നമ്മുടെ കണ്ണിലെങ്കിലും നമ്മളെക്കാളും കുറേ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, എൻ്റെ പേര് തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ളൊരു ചെറിയൊരു എമൗണ്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്തായാലും അപ്ഡേറ്റിക്ക് തന്നെ പോകാം. അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ടാപ്സാപ്പിൻ്റെ അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഇത്രത്തോളം ഞാൻ പ്രൊജക്റ്റുകൾ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ഈ ടാപ്സാപ്പാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴാണ് ശരിക്കും പറയാതെ എൻ്റെ അച്ഛൻ്റെ കാലത്തൊക്കെ വന്ന പ്രൊജക്റ്റാണ് ഇത്, അങ്ങനെ പറയേണ്ട ഒരു പ്രൊജക്റ്റായി മാറിക്കഴിഞ്ഞു. എന്താണെന്ന് പറഞ്ഞാൽ അത്രത്തോളം ദിവസങ്ങൾ ഈ പ്രൊജക്റ്റ് മുമ്പ് വന്നിട്ടും, ടാപ്സാപ്പ് എന്ന് പറഞ്ഞാൽ ഹാംസ്റ്ററിൻ്റെ ആ ഒരു സമയത്തൊക്കെ വന്ന പ്രൊജക്റ്റാണ്, എന്നിട്ടും ഇതുവരെ അവർ TGE പ്രോസസ്സ് പറഞ്ഞില്ല. ഒരു 4-5 പ്രാവശ്യം ഡേറ്റ് തന്നു, അത് മൊത്തം മാറ്റി ഫുള്ള് സ്കാം ആക്കാനുള്ള ഒരുപാട് പരിപാടിയുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും ഇതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇതിന്ന് വല്ല എമൗണ്ട് കിട്ടുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് മില്യൺ കണക്കിനാണ് അതിൽ പോയിൻറ്റ്സ് ഉള്ളത്. അപ്പോൾ അതെന്താന്ന് പറഞ്ഞാൽ ഇത്ര കാലമായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്, അന്ന് ഇന്ന് നിൽക്കുന്നതാടാ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ടാപ്സാപ്പ്. അപ്പോൾ മേ ബി ഞാൻ ഇത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷേ കുറേ ആൾക്കാർ ഇതിൻ്റെ അപ്ഡേറ്റ് വേണമെന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ എന്ത് ചെയ്തത് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് തന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. എല്ലാ അപ്ഡേറ്റും ഒരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് തരിക. എന്നിട്ട് ലാസ്റ്റ് സമയത്ത് ആ ഡേറ്റ് മാറ്റുകയാണ് ചെയ്യുക. ടുമാറോ ഈസ് ദ ലാസ്റ്റ് ചാൻസ് ടു മാക്സിമൈസ് യുവർ റിവാർഡ്. February 6 is the first stage of TapSap will be completed. അവിടെ കൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റും, ഫസ്റ്റ് സ്റ്റേജ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എത്രത്തോളം സ്റ്റേജ് ഉണ്ടോ, ഇത് എപ്പോഴാണോ ലിസ്റ്റ് ആവാൻ പോകുന്നത്, എപ്പോഴാണോ TGE നടക്കാൻ പോകുന്നത് ഒന്നും നമുക്കറിയില്ല. നല്ല രീതിയിൽ തന്നെ മൂഞ്ചിക്കലായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഈ ടാപ്സാപ്പ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ്. പക്ഷേ റീസെൻ്റ്ലി നമുക്ക് കഴിഞ്ഞൊരു 2-3 മാസം മുമ്പ് അവർ കുറച്ചൊരു കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ നമ്മൾ
നമ്മളൊക്കെ വിചാരിച്ചു എന്തായാലും ഇത് എയർ ഡ്രോപ്പ് കിട്ടാനാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഗെയിമിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നിട്ട് ഞാൻ ഒരിക്കലും ഈ സാധനം കളിക്കുന്നില്ല. ഈ 41 മില്യൺ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കളിച്ചിട്ട് വിട്ടതാണ്, പിന്നെ ഞാൻ ഒരിക്കലും കളിച്ചിട്ടില്ല. അപ്പോൾ ഈ ഡ്രോപ്പ് സെഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരിവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഷെയർസ്, നമ്പർ ഓഫ് ടാപ്സ്, ലീഗ്സ്, ഹാപ്പി ടൗൺ അച്ചീവ്മെൻറ്റ്, കംപ്ലീറ്റ് ടാസ്ക്, ഏൺഡ് ബ്ലോക്ക്. ഈ ഒരു കാര്യങ്ങളായിരിക്കും നമ്മുടെ ടാപ്സ് ആപ്പിന് അവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വെക്കുക. മസ്റ്റായിട്ട് നിങ്ങൾ വാലറ്റും കണക്ട് ചെയ്ത് വെക്കുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. വേറെ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട. ബാക്കിയുള്ള ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം മെയിനായിട്ട് ഇവിടെ ഒരു ഡ്രോപ്പ് കിട്ടണമെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഈ ടൗണിൽ നിങ്ങൾ എൻഗേജ്മെൻറ്റ് ആവണം എന്നുള്ളൊരു കാര്യം മാത്രമാണ്. എനിക്ക് വളരെയധികം ഇത് പ്രൊമോട്ട് ചെയ്തിട്ട് ഇത് നല്ല പ്രൊജക്റ്റാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ വീണ്ടും കയറി ആക്റ്റീവ് ആവണം, എൻഗേജ്മെൻറ്റ് ആവണം എന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കയറുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന പ്രൊജക്റ്റ് ഗെയിംനെസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. ഈ ഗെയിംനെസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിന് ബാക്കപ്പ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ബാക്കപ്പ് ഉണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ ഇത് ഒരുപാട് മുമ്പ് ഇട്ട ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അവർ റീസെൻ്റ്ലി അവൻ്റെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ അപ്ഡേറ്റ് നമുക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കപ്പും ഞാൻ കാണിച്ചു തരാം. ഈ ഗെയിംനെസ്സിൻ്റെ ബാക്കപ്പ് അന്ന് തന്നെ ഇതിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഹൈപ്പ് കിട്ടാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഞാൻ മുമ്പൊക്കെ ഇട്ടതാണ്, അത് കാരണമാണ് ഇതിൽ പെട്ടെന്ന് കാണാൻ പറ്റാത്തത്. ഓക്കെ, അത് വിട്ടോട്ടെ. നമുക്ക് എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് അനൗൺസ്മെൻറ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. അപ്പോൾ ലാസ്റ്റ് അനൗൺസ്മെൻറ്റിൽ അവർ പറഞ്ഞിട്ടുള്ളത് അവരുടെ TG ഡേറ്റ് എപ്പോഴാണ്. അതേപോലെ തന്നെ നിങ്ങൾ അതിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അവർ ലാസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് വായിച്ചു തരാം. ഗെയിംനെസ് കമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്. ആസ് യു നോ വി ഹാവ് പോസ്റ്റ്പോൺ ദ TGE പ്രോസസ് ഫോർ മേജർ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഇതൊരു വലുതാണ്. ഞാനപ്പോൾ അത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ പുതിയ 2 മേജർ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകളായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. ഇപ്പോൾ കറൻ്റ് മാർക്കറ്റ് വളരെയധികം ഡൗൺ ആണ്. ഇപ്പോൾ കൊണ്ട് ഞങ്ങൾ ലിസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൊജക്റ്റ് വൻ ദുരന്തമാവും. ഞങ്ങൾക്ക് ഒരിക്കലും ഇത് അങ്ങനെ ആക്കണമെന്ന് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് അതിൻ്റെ ടോട്ടൽ ഒരു ടൈം എത്രയാണെന്ന് പറഞ്ഞാൽ 4 വർഷമാണ്. പക്ഷേ TGE പ്രോസസ്സിൻ്റെ ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം അവരെപ്പോൾ പറയും, വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ വി ഹാവ് പ്ലാൻ ടു അനൗൺസ് ദ ഒഫീഷ്യൽ TGE ഡേറ്റ്. അപ്പോൾ എപ്പോഴാണ് ഈ TGE ഡേറ്റ് എന്ന് പറയുന്നത് അവരൊരു 30 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അറിയിക്കാൻ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഗെയിംനെസ്സിൽ മസ്റ്റായിട്ട് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരിൻ്റെ ഒരു ടാസ്ക് ഉണ്ട്, വെരിഫൈ ചെയ്യേണ്ട ടാസ്ക്. അത് നിങ്ങൾ മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അവർ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ഒരുപാട് ചാർജോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർ ഈടാക്കുന്നില്ല. ചെറിയൊരു 0.07 സെൻറ്റ്, അതേപോലെ തന്നെ എത്രയാണെന്ന് പറഞ്ഞാൽ $1 $0.1 വളരെയധികം കുറവ് ഉള്ളൊരു രീതിയിലാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ ഈ ഒരു ടാസ്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതിൽ കയറി കഴിഞ്ഞിട്ട് എല്ലാവരും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഒരു കാര്യം. ഞാൻ റീസെൻ്റ്ലി അവരുടെ അടുത്ത് റീസെൻ്റ്ലി എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗെയിമിൽ നിങ്ങൾ എന്തായാലും ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാനത് കാണിച്ചു തരാം. ഇതിൽ 0.007 അത്രത്തോളം ചെറിയൊരു എമൗണ്ട് നിങ്ങൾ കൊടുത്ത് വെരിഫൈ ചെയ്യണം. പക്ഷേ അത് എത്ര ആവശ്യം വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഓൺ ചെയിൻ ആക്ടിവിറ്റി, വെരിഫൈ യുവർ സെൽഫ് അറ്റ്ലീസ്റ്റ് വൺസ് ഓൺ ചെയിൻ ആൻഡ് സെക്യൂർ യുവർ ഗെയിംനെസ് എയർ ഡ്രോപ്പ് അലോക്കേഷൻ. അപ്പോൾ വെരിഫൈ എന്ന് കൊടുത്തു പറഞ്ഞാൽ 1 പ്രാവശ്യം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പ്രാവശ്യം വെരിഫൈ ചെയ്യുന്നുണ്ട്. എത്ര പ്രാവശ്യം ചെയ്യുന്നു നിങ്ങൾക്ക് 500 പോയിൻറ്റ്സ് ആയിരിക്കും അവിടെ നിന്ന് കിട്ടുക എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കളിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഇതിൽ കയറുക. നല്ല ഗെയിമാണ്, നല്ല ഗെയിം എന്നല്ല, നല്ല പ്രൊജക്റ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒന്നാണ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ നോർഡൺ ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. ഈ നോർഡൺ ഗേറ്റ്സിൽ ഞാൻ ഇന്നലെ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ തന്നെ ഈ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് സഡൻലി ടെലിഗ്രാം ചാനലിൽ തന്നെ കിട്ടുന്നതാണ്. ഈ ടെലിഗ്രാം ചാനൽ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ഗെയിം സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു നോർഡൺ ഗെയിമിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറി നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എന്ത് തരാം കാണിച്ചു തരാം. അപ്പോൾ ഈ നോർഡൺ ഗേറ്റ്സ് മാത്രമല്ല വേറെ പല പ്രൊജക്റ്റുകളും ഇപ്പോൾ കുറേ അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ മോസ്റ്റ്ലി ടെലിഗ്രാമിൽ നിന്ന് വരുന്ന പ്രൊജക്റ്റുകളിലൊക്കെ അവരെന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി കഴിയാറാവുമ്പോഴേക്കും ഇതിൻ്റെ TGE ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനൗൺസ്മെൻറ്റ് ചെയ്യണം എന്നാണ് റൂൾസ് ആൻഡ് ഗൈഡൻസ് ടെലിഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ പ്രൊജക്റ്റും എന്ത് ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ലിസ്റ്റിംഗ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നോർഡൺ ഗേറ്റ്സിൽ ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും കയറുക. നോർഡൺ ഗേറ്റ്സിൻ്റെ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആണ് ഇങ്ങനെയുള്ളൊരു ടോക്കൺ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതിൽ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ 3 ഗെയിമുകൾ ഉണ്ടാവും. ഇത് ഡെയിലി 3 ഗെയിം നിങ്ങൾ കളിച്ചു
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇതിലുള്ള പോയിന്റ്സ് കൂട്ടാനുള്ള കുറേ മാർഗ്ഗങ്ങൾ അവിടെയുണ്ട്. അതേപോലെ തന്നെ ഈ കീസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഒരുപാട് പോയിന്റ്സ് ഉണ്ടാക്കാൻ നോക്കുക. ഇത് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു പ്രൊജക്റ്റ് ഇനീഷ്യലി വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ UX/UI എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കാര്യമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ UX/UI എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രൊജക്റ്റിൻ്റെ റീസെൻ്റ്ലി അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു UP പോയിന്റ്സ് ഈ ഒരു UX/UI വാലറ്റിനെ അതിന് ഗ്രൂപ്പ് അഡ്മിൻ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10% ഓഫ് ടോക്കൺ കിട്ടും എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഇതിൽ റാങ്ക് എന്ന് പറഞ്ഞാൽ 3899 നല്ല റാങ്കൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 100% ചെക്ക് ഇൻ റിവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും ഇതിൻ്റെ ഫാമിംഗ് കഴിഞ്ഞിട്ടില്ല, TJ ഡേറ്റ് ഇതുവരെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കിത് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഇതൊരു മേജർ എക്സ്ചേഞ്ച് ആണ്. നോർഡൻ ഗേറ്റ്സ് ആയിക്കോട്ടെ, ഗെയിംനെസ് ആയിക്കോട്ടെ, UXY/UI എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ഇവരുടെ ബാക്കപ്പ് ഒക്കെ നല്ല രീതിയിലുള്ള നല്ല പൊട്ടൻഷ്യലുള്ള ബാക്കപ്പാണ്. അതുകൊണ്ടാണ് ഈ ഒരു 3 പ്രൊജക്റ്റ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിനവിടെ അഡ്മിനാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം അവിടുത്തെ ആൾക്കാർ ചെക്ക് ഇൻ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും, 10% ഓഫ് UX/UI അതിൻ്റെ ഒരു UP ടോക്കൺസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്ഡേറ്റ്. ഇതിൻ്റെ TG ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. TG ഡേറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങളിലേക്ക് അറിയിക്കാം. അപ്പോൾ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും ലൂട്ട്സ് ആണ്. ഈ ലൂട്ട്സിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ആൾക്കാർക്ക് പൈസ കയറുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ പേയ്മെൻ്റ് ഒക്കെ അവർ പോസ് ചെയ്ത് വെച്ച കൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് കയറാത്തത്. അല്ലാതെ വേറെ ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. മസ്റ്റായിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്താൽ നിങ്ങൾക്ക് വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ എമൗണ്ട് കയറുന്നതാണ്. നിങ്ങൾക്ക് കയറുന്ന പറഞ്ഞാൽ എനിക്കും കയറും. അപ്പോൾ എനിക്ക് കയറിയാൽ ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ പേടിഎം ഫണ്ട് വന്നിട്ടുണ്ട് 250 രൂപ. അതേപോലെ തന്നെ നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ ഏഞ്ചൽ ഫണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ UPI കൊടുക്കുക, നേരെ പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. പ്ലേ സ്റ്റോറിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ KYC കംപ്ലീറ്റ് ചെയ്ത് അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഡൻലി 170 രൂപ നിങ്ങളുടെ GPayയിലേക്ക് കയറും. ഞാൻ ഒരുപാട് പ്രൂഫൊക്കെ നേരത്തെ തൊട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഗൂഗിൾ പേ പോയി എന്ന് പറഞ്ഞാൽ അത് കട്ടാവും. അപ്പോൾ എനിക്കിവിടെ അപ്സ്റ്റോക്സിൻ്റെ 100 രൂപ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു ലെമൺ എന്ന് പറഞ്ഞതിൻ്റെ 40 രൂപ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എയർടെൽ പേയ്മെൻറ്റിൽ 80 രൂപ കിട്ടുന്നുണ്ട്. ഏഞ്ചൽ വണ്ണിൽ 160 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലൂട്ടിലൊക്കെ നിങ്ങൾക്ക് കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ടാപ്സാപ്പിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 3 മേജർ ആയിട്ടുള്ള പ്രൊജക്റ്റ് ഗെയിംനെസ് UX/UI എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും അതേപോലെ തന്നെ നോർഡൻ ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതിൽ 3ലും കയറുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.